ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു 12 മണിക്കൂർ മുമ്പ് കണ്ടൊരു കാഴ്ചയാണ്. 12-13 മണിക്കൂർ കൂടുതലായിട്ട് ഞാൻ കുവൈറ്റിൽ നിന്ന് ദുബായ് വന്ന, ദുബായിൽ നിന്ന് എനിക്ക് തോന്നുന്നു 9:30 ഫ്ലൈറ്റ്, ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ്. അപ്പം ഒരു കത്തോലിക്ക പുരോഹിതൻ, ഒരു അച്ഛൻ, ഒരു പുരോഹിതൻ, അപ്പോൾ എല്ലാവരും ഈ ബാഗിനകത്തിരിക്കുന്ന സാധനമെല്ലാം എക്സ്റേക്കകത്ത് ഇടണം. ഇതിനകത്തിടണം, എക്സ്റേക്കകത്ത് ഇടണം. അപ്പോൾ ഇതെല്ലാം അതിനകത്ത് എന്തെങ്കിലും ഇരിപ്പണം എടുത്ത് പുറത്ത് വെക്കണം. അപ്പൊ അച്ഛന് മനസ്സിലായില്ല, നമുക്ക് ബൈബിളൊന്നും അങ്ങനെ എടുത്ത് പുറത്ത് വെക്കേണ്ട കാര്യമില്ല, എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ഐറ്റമോ മെറ്റലായിട്ടുള്ളതൊക്കെ എടുത്ത് വെച്ചാൽ മതി. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു, ഇതിന്റെ കൂട്ടത്തിൽ ഈ വിശുദ്ധ ബൈബിളും കൂടെ ട്രൈക്കകത്ത് എടുത്ത് വെച്ചു. ഇപ്പൊ ഞാൻ തൊട്ട് പുറകെ നിൽപ്പുണ്ട്, ഞാനൊരു പാസും പുള്ളിയുടെ അച്ഛനോ. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവരോടും എനിക്ക് സന്തോഷം, എനിക്ക് എല്ലാവരോടും സ്നേഹം. ഞാൻ ഒത്തിരി നല്ല അച്ഛന്മാരുടെ മെസ്സേജുകൾ കേൾക്കാറുണ്ട്. ചേർന്നരാമി പറഞ്ഞു നല്ല മെസ്സേജ്, ദൈവവചനത്തിന് ബന്ധനമില്ല. അതൊരു കൊച്ചു കുഞ്ഞ് നല്ലൊരു മെസ്സേജ് പറഞ്ഞാലും ഞാൻ ശ്രദ്ധിക്കും. അപ്പോ ഞാൻ കണ്ടൊരു കാഴ്ച, തിരിച്ച് ഞാൻ ബെൽറ്റൊക്കെ എടുത്ത് കെട്ടി വാച്ചൊക്കെ ഇട്ട് എന്റെ പെട്ടിയെല്ലാം എടുത്ത് സിപ്പിട്ട് വരുമ്പോ ഈ അച്ഛൻ ഈ ബൈബിള് തിരിച്ച് അച്ഛന്റെ ബാഗിലോട്ട് വെക്കുന്നതിന് മുമ്പ് അച്ഛൻ ഒരു 3 ഉമ്മ കൊടുത്തിട്ടാണ് ആ ബൈബിൾ കയറ്റി. കുറച്ച് നേരത്തേക്ക് ആ ബൈബിൾ ആ ട്രൈക്കകത്ത് പോയതിന്റെ പുള്ളിയുടെ ഒരു മനോവേദനയാണ്. അത്ര സ്നേഹം. സ്തോത്രം. വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ഇതിനെ ആലിംഗനം ചെയ്യുന്നവനെ ദൈവം അനുഗ്രഹിക്കും. ഇത് ഷോക്കേസിൽ കൊണ്ട് വെക്കാനുള്ളതല്ല. രാത്രിയാകുമ്പം ഉറക്കം വരാതിരിക്കുമ്പോൾ എവിടുന്നെങ്കിലും എടുത്തുകൊണ്ട് വന്ന തലങ്ങണയുടെ കിഴി വെക്കാനുള്ള സാധനമല്ലത്. ആർക്കും മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. ഇത് വായിക്കണം, ഇത് തുറക്കണം, ഇത് അനുസരിക്കണം, ഇത് ധൈര്യത്തോടെ പ്രസ്താവിക്കണം. ഇത് ധൈര്യത്തോടെ പ്രസ്താവിക്കണം. ഹല്ലേലൂയ. ഞാനിപ്പോ അങ്ങോട്ട് കയറി താഴെ ഗേറ്റിന് അങ്ങോട്ട് പോകുന്നേരം ഞാൻ ഈ അച്ഛനൊന്ന് കൈ കൊടുത്തു. അച്ഛൻ പ്രൈസ് ലോർഡ്. അച്ഛൻ എവിടാന്നൊക്കെ ചോദിച്ചു, പരിചയപ്പെട്ടു. ഇച്ചിരി നേരം അച്ഛനോട് വർത്താനം പറഞ്ഞു. ഇച്ചിരി നേരം അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നിട്ടാണ് ഞാൻ പോയി. ഇച്ചിരി ഒന്ന് മിണ്ടിയിട്ട് എനിക്ക് പുള്ളിയോട് ഭയങ്കര ബഹുമാനം തോന്നി, ഭയങ്കര സ്നേഹം.